ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. സീക്വൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലെറ്റേഴ്സ് എഴുതാമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ. കണ്ടോ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ആദ്യത്തെ ലെറ്റർ ഏതാണെന്ന് നമ്മൾ പഠിച്ചത്? എ. ഏതാ ലെറ്റർ? എ. കണ്ടോ എ എങ്ങനെയാ എഴുതുന്നതെന്ന്. ഇതുപോലെ എൻ്റെ കുഞ്ഞിമക്കള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും അത് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി പഠിക്കണം. ആദ്യം നിങ്ങൾ പെൻസിലിനകത്ത് എഴുതണം. പെൻസിലിൽ എഴുതിയിട്ട് അതിൻ്റെ മേളിൽ കൂടി ഇതുപോലുള്ള സീക്വൻസ് ഉപയോഗിച്ച് വെച്ച് എ എന്ന് പറയുന്ന ലെറ്റർ സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ എല്ലാ ലെറ്റേഴ്സും, എ അല്ല, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ലെറ്റേഴ്സും, എല്ലാ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? എ മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സ് അല്ലേ? അപ്പം എ മുതൽ എച്ച് വരെ പഠിച്ചിട്ടുള്ള എല്ലാ ലെറ്റേഴ്സും ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ നല്ലതുപോലെ പഠിച്ചെടുക്കാൻ സാധിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ കുഞ്ഞു മക്കളെല്ലാവരും ഇതുപോലെ ഏതെങ്കിലും ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു ലെറ്റർ എടുത്താൽ മതി. ഞാൻ പറയില്ല നിങ്ങൾ എ മുതൽ എച്ച് വരെയും ഒരു ദിവസം എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഒരു ദിവസം ഒരു ലെറ്റർ വീതം വെച്ച് എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പം നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ അക്ഷരം നല്ലതുപോലെ മനസ്സിൽ തറയും അല്ലേ? നിങ്ങളിപ്പം ഒരു തവണ 2 തവണയൊന്നും എഴുതിയാലൊന്നും പഠിക്കില്ല. പക്ഷെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എ എന്ന് പറയുന്ന ലെറ്റർ ഇങ്ങനെയാണ് എഴുതുന്നത്, ബി എന്ന് പറയുന്ന ലെറ്റർ ഇങ്ങനെയാണ് എഴുതുന്നത് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും ഇതുപോലെ ലെറ്ററുകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം പഠിച്ച ലെറ്റർ ഏതായിരുന്നു? എ അല്ലേ? ആദ്യം പഠിച്ച ലെറ്റർ ഏതായിരുന്നു? എ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ബി അല്ലേ? എ എങ്ങനെയായിരുന്നു എഴുതിയത്? സ്ലാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ബി. ബി എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ കർവ് അല്ലേ? 2 കർവ് കൊടുക്കും. അപ്പം ബി എന്ന് പറയുന്ന ലെറ്റർ ആവും. പിന്നെ നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? സി അല്ലേ? സി എങ്ങനെയായിരുന്നു പഠിച്ചത്? സിയും കർവിനെ തിരിച്ചിടുന്ന മോഡലില് അല്ലേ? അങ്ങനല്ലേ പഠിച്ചത്? പിന്നെ നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ഡി. ഡി എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയായിരുന്നു? നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ കൊടുക്കുന്നു, പിന്നെ കർവ് കൊടുക്കുന്നു അല്ലേ? അങ്ങനെയായിരുന്നു നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ഇ. ഇ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ്? സ്റ്റാൻഡിങ് ലൈൻ കൊടുക്കുന്നു, സ്ലീപ്പിംഗ് ലൈൻ അല്ലേ? 3 സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുന്നു. ആദ്യം ഫസ്റ്റ് നമ്മൾ ഒരു ലൈനിൽ കൊടുക്കും, സെക്കൻഡ്, തേർഡ് അങ്ങനെ. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? എഫ്. എഫ് എന്ന് പറയുന്ന ലെറ്ററും സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും യൂസ് ചെയ്തുകൊണ്ട് അല്ലേ? പിന്നെ നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ജി. ജി എന്ന് പറയുന്ന ലെറ്റർ നല്ല ടഫായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നിങ്ങൾ നല്ലതുപോലെ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും തെറ്റിക്കല്. ഓക്കെ. അപ്പം ജി എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? കർവ് യൂസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുന്നു, സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു അല്ലേ? ആ രീതിയിൽ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ജി എന്ന് പറയുന്ന ലെറ്റർ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? എച്ച്. ഏതായിരുന്നു ലെറ്റർ? എച്ച്. എച്ച് എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയായിരുന്നു? 2 സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്തിട്ട് എന്താണ് ഒരു സ്ലീപ്പിംഗ് ലൈനും വരും അല്ലേ? അങ്ങനെയാണ് എച്ച് എന്ന് പറയുന്ന ലെറ്റർ എഴുതുന്നത്. ഇത്തരം ലെറ്റേഴ്സ് ആയിരുന്നു നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്ത് പഠിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് ലെറ്റേഴ്സൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഈ വീഡിയോയിൽ
ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ലെറ്റേഴ്സ് എഴുതാം, എങ്ങനെ നിങ്ങൾക്ക് സീക്വൻസ് യൂസ് ചെയ്തുകൊണ്ട് നല്ലതുപോലെ എഴുതാൻ സാധിക്കും എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ അത് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റിയുടെ രീതിയിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നല്ലതുപോലെ എഴുതി തിട്ടപ്പെടുത്താൻ വേണ്ടിയാണ്. മനസ്സിലായോ? നമ്മുടെ കുഞ്ഞു മക്കളാണ്, അവർക്ക് എഴുതി പ്രാക്ടീസ് ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടാസ്കുകൾ കൊടുക്കണം. എന്നാലേ അവർക്ക് പെട്ടെന്ന് ആ ലെറ്റേഴ്സ് ഇനി അവരൊന്നും മറക്കൂല. നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞു കൊടുത്തും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചും ഒക്കെ കൊടുക്കപ്പം നമ്മുടെ കുഞ്ഞു മക്കൾ ഇങ്ങനത്തുള്ള ലെറ്റേഴ്സ് ഒരിക്കലും മറക്കൂല. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് പറയുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ ചെയ്ത് എനിക്ക് ഇത് തന്നെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതിനെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതാം. അതുമാത്രമല്ല, ഇനി ഞാൻ കാര്യം പറയട്ടെ. എ മുതൽ എച്ച് വരെ പെൻസിൽ വെച്ച് ആദ്യം എഴുതിയിട്ട് അതിൻ്റെ മേലിൽ കൂടെ എഴുതാൻ ഞാൻ പറഞ്ഞു. മേലിൽ കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞു. അല്ലാതെ പെൻസിൽ വെച്ച് എഴുതാതെ തന്നെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിക്കേ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടും സ്ലാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും കർവും ഒക്കെ എങ്ങനെ കൊടുക്കുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പെൻസിൽ യൂസ് ചെയ്ത് എഴുതാതെ തന്നെ അല്ലാതെ തന്നെ എ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാക്കിയെടുക്കണം, ബി എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാക്കിയെടുക്കണം, സി എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? അങ്ങനെ ഓരോ ലെറ്ററും അല്ലാതെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ആ സാധനം ഉപയോഗിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് ആ ലെറ്റേഴ്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ ഓരോ ടാസ്കുകളും ഇനി വരുന്ന ക്ലാസ്സുകളിലും നമ്മൾ ഇതുപോലെ നിങ്ങളെ ഓരോ ലെറ്റേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന ലെറ്റേഴ്സ് എവിടം വരെ പഠിപ്പിച്ച് നിർത്തിയിട്ടുണ്ടോ അതുവരെയുള്ള ലെറ്റേഴ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് ഇതുപോലെ നിങ്ങളെ എഴുതി കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുമെന്ന്. ഇതുപോലെ ഇപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കല്ലൊക്കെ എടുത്ത് വെച്ച് ഇതുപോലെ ലെറ്റേഴ്സ് ഉണ്ടാക്കി നോക്കാം അല്ലേ? അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഓക്കെ, അപ്പം എ മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എ മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന രീതികൾ. ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹായ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.